ഗൈസ് ഇപ്പോൾ സമയം 12:30. ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്ര ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. സേവ് ഒന്നും ആക്കിയില്ല, അപ്ലോഡും ആക്കിയില്ല. ബട്ട് അന്നേരമാണ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മഴപ്പാറ്റ എൻ്റെ ഈ ജനലിൽ വന്ന് കിടക്കുകയാണ്. കാരണം എല്ലാ വീട്ടിലെയും ലൈറ്റ് ഓഫ് ആക്കി, എൻ്റെ വീട്ടിൻ്റെ ലൈറ്റ്, എൻ്റെ റൂമിലത്തെ ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ ആ ലൈറ്റ് കണ്ടിട്ട് ഇതാ മഴപ്പാറ്റ. ഈ ഒരു ജനൽ തുറന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതിന് നിറച്ച് മഴപ്പാറ്റയായിരിക്കും. ഗായ്സ് എവിടുന്നോ എങ്ങനെയോ ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട്, ഇതിൻ്റെ അടിയിലേക്ക് കൂടി അറ്റം വീഴുന്നുണ്ട്. ഇതാ മഴപ്പാറ്റ നിറച്ചുകൊണ്ട് 2-3 റൂം കയറിയിട്ടുണ്ട്, അവിടെയും എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇതാ ടാബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത്. എന്താ അവസ്ഥ വെച്ചാൽ കുറേ എണ്ണ ഇതാ ഇപ്പം അധികം കാണുന്നില്ല. ബട്ട് ഇതിൻ്റെ ഇതിലേക്കൂടെ ഇടയിലേക്കൂടെ തുളന്ന് കയറി ഭയങ്കര ചൊറയായിരുന്നു. അല്ലെങ്കിൽ ഈ കൊതുക് കയറുന്ന ഭയങ്കര കഷ്ടമാണ്. അതിന് മേലെ ഈച്ച കയറലുണ്ട്. ഇനിയിപ്പോൾ മഴപ്പാറ്റ കയറി ഞാൻ ചുവട്ടിലെല്ലാം വന്ന് കയറും രാത്രി. പരമാവധി ഉള്ളിലേക്ക് കയറിയതിൽ കൊന്നിട്ടുണ്ട്. മഴപ്പാറ്റ കയറുന്നതിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, മഴപ്പാറ്റ കയറിയാൽ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മെയിൻ ശത്രുവായ പല്ലി വരും. അതാണ് വേറെ ചോറ. എനിക്ക് 1:30 ഞാൻ കിടക്കട്ടെ, നാളെ രാവിലെ കാണാം. കിടക്കുമ്പോൾ എന്താ സുഖം, ബെഡെല്ലാം നല്ല തണുപ്പുണ്ട്. ഓക്കെ, നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ആയിരിക്കുകയാണ്. സോ ഇവിടെ ഫുള്ള് കർട്ടൻ ഇട്ടിട്ടുണ്ടായേ. ഞാനിപ്പോൾ ഇവിടുത്തെ കർട്ടൻ തുറന്നേ. നിങ്ങൾക്ക് ഇവിടെ കാണുക, നിറച്ചും മഴപ്പാറ്റേൻ്റെ ചിറകാണ്. കുറേ മഴപ്പാറ്റ ഇതിൻ്റെ അടിയിലേക്ക് കൂടിയാണ് വന്നത്. ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ഇതിൻ്റെ അടിയിലേക്ക് കൂടെ കയറുന്നു. ഞാനിപ്പോൾ ഈ മുഖലും കഴുകി പല്ലേ കേട്ടോ. ഓക്കെ, നമുക്ക് വെള്ളം കുടിക്കാനേ പറ്റില്ല. ഞാൻ ഇന്നലെ പകുതിയെ വെള്ളമാക്കി വെച്ചല്ലോ. കാരണം എന്താ വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്ക് ഈ വെള്ളം തണുക്കും. നല്ല തണുപ്പുണ്ട്. എനിക്കിപ്പോൾ കുടിക്കുക വെച്ചാൽ നല്ല തണുത്ത വെള്ളം പോലെയുണ്ട്. എനിക്കന്ന് ഞാൻ തണുത്ത വെള്ളം കുടിച്ച് ശീലയില്ല, തണുത്ത വെള്ളം കുടിക്കലേ ഇല്ല. അപ്പോൾ ഈ വെള്ളം ഇപ്പം മഴക്കാലം ഉപ്പില്ല ഇഷ്യൂ ആണ്. ഇന്ന് രാവിലെ നല്ല വെയിലാണ്. ഇതാ നല്ല വെയിലല്ല, ചെറിയ വെയിൽ. മഴയില്ല എന്തായാലും ഇന്ന്. പക്ഷെ പെയ്തിന് തോന്നുന്നു, ഇന്നലെ രാത്രിയിലും പെയ്തിന്. ബട്ട് ഉപ്പില്ല. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിക്ക് പാപ്പഞ്ചേരിയും പോകണം. ഉച്ചയാകുമ്പോൾ നേരെ ചെറുനമ്പലത്തിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിരിച്ചു വരാനാണ് പ്ലാന്. സോ ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. ഓക്കെ, ചത്ത് മുട്ടപ്പടി ഒരു വീഡിയോ എടുക്കുക. ഞാനും ഇവരും കളിക്കുന്നത് ഇവിടെ അച്ചാച്ചനെ കൂട്ടാൻ വന്നെയാണ്. ഞാൻ നേരെ അമ്പലത്തിലേക്ക് ചോറുന്ന മറ്റേക്ക് പോയി ചോറിനിട്ട് തിരക്കിന്ന് അറച്ചോളം. ഫുഡ് കഴിച്ചതിന് നേരെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി അച്ചാച്ചനെയും കൂട്ടണം. കാഴ്ച അച്ചാച്ചനെ കൂട്ടാൻ വേണ്ടി പോവാണ്. ഇന്നലെ പിന്നെ ഞാൻ നല്ല മഴയായിട്ടുണ്ടോ. ഇന്ന് നല്ല വെയിലാണ്, നല്ല വെയിൽ, പൊരിയുന്ന വെയിൽ. അവിടെയൊക്കെ
സോ ഗൈസ് അങ്ങനെ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഞാൻ കാണിച്ചു തരാം. രാത്രി 9 മണി. ഞാൻ അപ്പോൾ വീട്ടിലെത്തിന് എത്ര നമ്മൾ പല സ്ഥലത്തും പോയി. ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ കുന്നനങ്ങാട്ട് പോയി, എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയതിന് ശേഷം അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ വേറെ ഒരു വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെയെല്ലാം പോയി. ഇന്ന് ഫാമിലി എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം പോയി. അതിന് ശേഷം വീണ്ടും കുന്നനങ്ങാട്ടേക്ക് പോയി. അച്ഛനെ അവിടെ കൊണ്ടാക്കിയിട്ട് വീണ്ടും തിരിച്ചിപ്പോൾ ഇവിടത്തേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 9 മണിയാണ്. ഞാൻ എന്നാൽ കുളിച്ചിട്ട് വന്നിട്ടാണോ. സോ ഗൈസ് അങ്ങനെ കുളി കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഉണ്ടായ അത്ര തണുപ്പില്ല ഇന്ന്. ബട്ട് ഇനിയിപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അമ്പലത്തിൽ പോയി കഴിച്ച് അതിന് ശേഷം നേരെ ആൻറ്റീൻ്റെ അടുത്തേക്ക് പോയിന്. അപ്പോൾ അവിടെ നല്ല കിഡിലൻ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. ആ കുറച്ചെനക്ക് ആൻറ്റി പാർസലാക്കി തന്നിട്ടുണ്ട്. ഇനി അത് കഴിക്കട്ടെ. നല്ല കിഡിലൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. ഇനി നമുക്ക് അത് പോയി കഴിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടത്തേക്ക് ദോശ ചൂടുന്നുണ്ട്, പക്ഷേ എനിക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയുണ്ട്. ഓക്കെ, ഇതാണ് നെയ്ച്ചോറും ബിരിയാണി. പാർസലാക്കിയിട്ടുണ്ട്. ഇനി പൊളിച്ചിട്ട് പ്ലേറ്റിലാക്കിയിട്ട് കഴിക്കാം. ഓക്കെ, കുറച്ച് മോര് വേണം. സോ ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ച് റൂമിലേക്ക് എത്തിയിട്ടില്ല. നല്ല കിടിലൻ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അതിനുശേഷം ഒരു പഴവും കഴിച്ച് റോസ്റ്റ് പഴം. സോ ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ട്. അതിഥീനെ ഞാൻ കാണിച്ചു തരാം. അതിഥി തൊട്ടപ്പുറം ഉണ്ട്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മളെ അതിഥി. ഞാൻ ഇനി കുറച്ച് സമയം ഇരുന്ന് റീലെല്ലാം കണ്ട് കുറച്ച് റിലാക്സ് ആവട്ടെ, എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇന്ന് രാത്രി തന്നെ ഇനി രാത്രി തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ്. കാരണം പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കില്ല, രാത്രി തന്നെ എഡിറ്റ് ചെയ്തിട്ട് വെക്കും. പക്ഷേ ഇന്ന് കുറേ എനിക്ക് പുറത്തുനിന്നുള്ള വ്ളോഗ് എടുക്കായിരുന്നു. ഞാൻ മടിച്ചിട്ട് എടുത്തില്ല. മടിയാണ്. എന്തായാലും മടിച്ചിട്ട് പുറത്തെല്ലാം എവിടെയെല്ലോ പോയായിരുന്നു. അമ്പലത്തിൽ പോയി, പല സ്ഥലത്തും പോയി. അന്നേരം ഒന്നും എടുക്കാൻ പറ്റിയില്ല. മടിയല്ല കുറച്ച് ഇതെല്ലാം ആയിട്ടും എടുത്തില്ല. ബട്ട് നമുക്ക് ഇനി വരുന്ന വ്ളോഗ്സിലെടുക്കാം. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് മുതൽ ഫുൾ ലൈഫ് സ്റ്റൈൽ മാറ്റണം. ഓക്കെ, ഇന്ന് പിന്നെ ഒന്നിനും സമയമൊന്നും കിട്ടിയിട്ടില്ല. സോ നാളെ വല്ല നമുക്ക് സെറ്റാക്കാം. സോ ഗൈസ് ഇപ്പോൾ സമയം 11:30. അപ്പോൾ ടോട്ടലി ഇന്നത്തെ വീഡിയോ 24 വീഡിയോ ഫയൽസ് ഉണ്ട്. എല്ലാം കൂടി 2.3 GB. ഇതെല്ലാം കൂടി ആണ് 22 മിനിറ്റ് ഉണ്ട്. സോ ഞാൻ അവസാനം തീരുമാനിച്ചൊരു കാര്യമാണ്, 50-ന് മേലെ വീഡിയോ ക്ലിപ്സ് പോകില്ല. ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട്, 50-ന് മേലെ ക്ലിപ്സ് ഞാൻ ഒരു ദിവസം എടുക്കില്ല. 50 തായിൽ തന്നെ വെക്കും. 40 മിനിമം 40. അതിൽ മേലെ കയറാണ്ടിരിക്കാൻ ഞാൻ നോക്കിയിരുന്നത്. ഇപ്പോൾ 74 എപ്പിസോഡ്സ് എന്ന് വെച്ചാൽ എത്ര കൂടുതൽ ക്ലിപ്പുണ്ടോ അത്രയും എഡിറ്റ് ചെയ്യാൻ കൂടുതൽ പണിയാവും. വീഡിയോയുടെ ലെങ്ത്തും കൂടും. സോ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നാളെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ പാഠം പഠിക്കുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ എന്താ കാര്യം അറിയില്ല. ഇനി മുതൽ പരമാവധി കുറച്ചെടുക്കാൻ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. കാരണം വീണ്ടും ഞാൻ ഡെയിലി ഇടാമെന്ന് വിചാരിക്കുമ്പോൾ തീരുമാനിച്ചാണ് കുറച്ച് ഷൂട്ട് ചെയ്യുക. പിന്നെ ഇത്രയും ലെങ്ത്തിൽ പറയുന്നത് ഷൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ ഇപ്പം പറയുമ്പോൾ തന്നെ കൂടുതൽ ലെങ്ത് ആവുന്നുണ്ട്. ബട്ട് അങ്ങനെ ഞാൻ എടുക്കേണ്ട തീരുമാനിച്ചാണ്. ബട്ട് ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പം ഞാൻ മിക്കവാറും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഞാൻ മിക്കവാറും കടന്നുറങ്ങുവാണ്. സോ ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വൈകുന്നേരം 5 മണി 7 മണി ആ ഒരു ടൈം അപ്ലോഡ് ചെയ്ത് നാളെ വൈകുന്നേരം കാണാം. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നാളെ രാവിലെ എഡിച്ചിട്ട് ബാക്കി എഡിറ്റ് ചെയ്യും. അപ്പോൾ നാളെ കാണാം. പ്ലാനെല്ലാം തെറ്റുമാണ്. പ്ലാൻ ഞാൻ ഇങ്ങനെ വിചാരിച്ച പോലെയല്ല ഇടുന്നത്. സെറ്റാക്കണം. നാളെ ശരിയാക്കണം. നാളെ ശരിയാക്കിയില്ല നല്ല ഓക്കെ. I'm back, you know that I never left. I got tracks and some music that you never guessed. I don't slack, don't lose, learn your lesson yet. When I get to choose what I do, I'm like a weapon. I'm not sharp as many, but got heart, I'm ready to change. Scars to envy, to win large and plenty. I like to play fast, never change back. Calling